ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മളുടെ ക്യുസാറ്റിൽ, അതായത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സ് ഓൺ കോൺട്രാക്ട് ബേസിസിൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ സബ്ജക്ട്സ് ആണെന്നും എന്നാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്നൊക്കെയാണ് നമ്മൾക്ക് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ടോട്ടലി 5 സബ്ജക്ട്സിലാണ് വിളിച്ചിരിക്കുന്നത്. അപ്പം അത് സബ്ജക്ട്സ് എന്ന് പറയുന്ന ഫോറൻസിക് സയൻസ്, കെമിക്കൽ ഓഷനോഗ്രഫി, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലാണ് കോൺട്രാക്റ്റ് അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സിനെ വിളിച്ചിരിക്കുന്നത്. അതിൽ ഫോറൻസിക് സയൻസിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ സബ്മിഷൻ എന്ന് പറയുന്നത് December 30th ആണ്. അതിൻ്റെ ഹാർഡ് കോപ്പി സബ്മിഷൻ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് January 6th ആണ്. കെമിക്കൽ ഓഷനോഗ്രഫി നോക്കുവാണെങ്കിൽ അത് റെസ്പെക്റ്റീവ്ലി December 21st December 28th ആണ്. നെക്സ്റ്റ് മാത്തമാറ്റിക്സ്, കെമിസ്ട്രി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ്, ഇതിൻ്റെ എല്ലാം ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ സബ്മിഷൻ എന്ന് പറയുന്നത് December 12th. അതേപോലെ തന്നെ ഹാർഡ് കോപ്പി സബ്മിഷൻ എന്ന് പറയുന്നത് December 19th ആണ്. ഇനി ഓരോ പോസ്റ്റിൻ്റെയും ക്വാളിഫിക്കേഷൻ, അതായത് പോസ്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഓൺ കോൺട്രാക്റ്റ് ഇൻ ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡീസ് ആണ്. അതിൽ നെയിം ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് സെൻറ്റർ ഫോർ ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡീസ് ആണ്. സബ്ജക്റ്റ് സ്പെഷ്യലൈസേഷൻ പറഞ്ഞിരിക്കുന്നത് ഫോറൻസിക് സയൻസ് ആണ്. അപ്പം ക്വാളിഫിക്കേഷൻ ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മാസ്റ്റേഴ്സ് ഡിഗ്രി വിത്ത് 55% മാർക്ക് ഇൻ ഫോറൻസിക് സയൻസ് ആണ്. അതായത് PG ഇൻ ഫോറൻസിക് സയൻസ് വിത്ത് മിനിമം മാർക്സ് 55% ആണ്. ആൻഡ് ഓൾസോ വിത്ത് നെറ്റും ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്ന PhD ഇൻ റിലവൻറ്റ് സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇൻ കേസ് PhD ഹോൾഡേഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ PG വിത്ത് നെറ്റ് കാൻഡിഡേറ്റ്സിനെയും കൺസിഡർ ചെയ്യും. ഇനി സാലറി പറയുകയാണെന്നുണ്ടെങ്കിൽ PhD ഹോൾഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 42,000 ആണ്. ബാക്കിയുള്ളവർക്ക് 40,000 ആണ് സാലറി. അതിന് മോഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് പറയാൽ കോൺട്രാക്ട് ബേസിസ് ആണ്. ഫസ്റ്റ് 1 year കോൺട്രാക്റ്റ് ആയിരിക്കും. അത് തന്നെ വെക്കേഷൻ 2 months ബ്രേക്ക് ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ 1 year കഴിഞ്ഞ് 3 years വരെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാം ഇൻ കേസ്, അല്ലെങ്കിൽ പെർമനൻറ്റ് പോസ്റ്റ് ജോയിൻ ചെയ്യുന്നത് വരെയായിരിക്കും നമ്മളുടെ കോൺട്രാക്റ്റിൻ്റെ വാലിഡിറ്റി. ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ഫീസ് ഉണ്ട്, ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സിന് 700 rupees, SC/STക്ക് 140 rupees ആണ് ആപ്ലിക്കേഷൻ ഫീയും. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് December 30th ആണ്. അതേപോലെ തന്നെ ഹാർഡ് കോപ്പി സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് January 6th ആണ്. പിന്നെ നമ്മൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കരുതി വെക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും, അതായത് എല്ലാ നെസസറി ഡോക്യുമെൻറ്റ്സിൻ്റെയും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് വേണം. നമ്മൾ കോപ്പീസ് കയ്യിലുള്ളവരാണെങ്കിൽ പ്രശ്നമില്ല, സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതായിരിക്കും. പിന്നെ അതേപോലെ നമ്മുടെ ഫീ റെസിപ്റ്റിൻ്റെ ഒറിജിനൽ ഫോമും വേണം. അതേപോലെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ബയോഡാറ്റ. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ റെഡിയാക്കി വെക്കേണ്ട സാധനങ്ങളും. നെക്സ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ കെമിക്കൽ ഓഷനോഗ്രഫിയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കെമിക്കൽ ഓഷനോഗ്രഫിയാണ്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് PG വിത്ത് 55% ഇൻ ഹൈഡ്രോ കെമിസ്ട്രി ഓർ കെമിസ്ട്രി ആണ്. വിത്ത് നെറ്റ് ക്വാളിഫിക്കേഷനാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ PhD ആണ് ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെ. PhD ഹോൾഡേഴ്സിന് 42,000, ബാക്കി ടീച്ചേഴ്സിന് 40,000. ബാക്കി എല്ലാം അതേപോലെ തന്നെ മെയ് ജൂൺ വെക്കേഷൻ മന്ത്സ് ബ്രേക്ക് ഉണ്ടാവും. ബാക്കി മന്ത് 1 year കോൺട്രാക്റ്റ് ആയിരിക്കും. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെ. ആപ്ലിക്കേഷൻ ഫീ ജനറൽ കാൻഡിഡേറ്റ്സിന് 670, അതേപോലെ തന്നെ SC/ST കാൻഡിഡേറ്റ്സിന് 130 rupees ആണ് പറഞ്ഞിരിക്കുന്നത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് December 21st ആണ്. അതേപോലെ തന്നെ ഹാർഡ് കോപ്പി സബ്മിറ്റ് ചെയ്യേണ്ടത് 28th December ആണ്. നമ്മൾ കരുതി വയ്ക്കേണ്ട സാധനങ്ങൾ ബാക്കി നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഓഫ് ഡോക്യുമെൻറ്റ്സും ഫീ റെസിപ്റ്റ്, ബയോഡേറ്റ എല്ലാമാണ് നമ്മൾ കൂടെ അറ്റാച്ച് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ്.
നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് മാത്തമാറ്റിക്സിലൊരു വേക്കൻസി, കെമിസ്ട്രിയിലൊരു വേക്കൻസി, സ്റ്റാറ്റിസ്റ്റിക്സിലൊരു വേക്കൻസി, ഇംഗ്ലീഷിൽ ഒരു വേക്കൻസി. ഇതും 4 കൂടി ഒരുമിച്ചൊരു നോട്ടിഫിക്കേഷനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്തും ഇതേപോലെ റെസ്പെക്റ്റീവ് സബ്ജക്റ്റിൽ PG വിത്ത് നെറ്റ് അല്ലെങ്കിൽ PhD ആണ് പറഞ്ഞിരിക്കുന്നത് ക്വാളിഫിക്കേഷനായിട്ട്. സാലറി അതേപോലെ തന്നെ PhD ഹോൾഡേഴ്സ് ആണെങ്കിൽ 42,000, PG വിത്ത് നെറ്റ് ആണെങ്കിൽ 40,000 ആയിരിക്കും സാലറി പറഞ്ഞിരിക്കുന്നത്. 700 റുപ്പീസാണ് ജനറൽ കാൻഡിഡേറ്റ്സിൻ്റെ ഫീ. SC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 140 റുപ്പീസാണ്. അതേപോലെ തന്നെ ഇതിനും എല്ലാം വെക്കേഷൻ അതെല്ലാം സെയിം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് December 12 ഹാർഡ് കോപ്പി സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 19th of December ആണ്.